മഷ്റൂം ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ മഷ്റൂം മാത്രമല്ല, ചിക്കനുണ്ട്. അതിലോട്ട് കുരുമുളക്, ഉപ്പ്, സോയാ സോസ്, കുറച്ച് ഓയിൽ കൂടി എടുത്ത് നന്നായി മിക്സാക്കി മാരിനേറ്റ് ചെയ്ത് നമ്മൾക്കിത് ബട്ടറിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇനി നമ്മളിതാ മഷ്റൂം ചെറുതായിട്ട് ഈ ഒരു സൈസിലായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ചിക്കന് നന്നായിട്ട് ഫ്രൈ ആയിട്ടും വരുന്നുണ്ട്. ചിക്കൻ ഫ്രൈ ചെയ്ത ശേഷം നമ്മളത് മാറ്റി വെക്കാം. ഇനി സെയിം പാനിലോട്ട് നമ്മൾ മഷ്റൂമും ഇട്ട് കൊടുത്തു. പിന്നെ വേറൊരു പാനിൽ കുറച്ച് കൂടെ ബട്ടറും ഗാർലിക്കും ഇട്ട് നന്നായി വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സവാള ഇട്ട് നന്നായി വഴന്നതിന് ശേഷം നമ്മൾ മഷ്റൂമും ഇട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നന്നായി തിളപ്പിച്ചെടുക്കാം. ഇനി പാകത്തിനുള്ള ഉപ്പും കുറച്ച് ക്രീമും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല തിക്കായിട്ടുള്ള 2 ടേബിൾ സ്പൂൺ ക്രീമും ഇട്ട് പിന്നെ കുറച്ച് ഒറിഗാനോ പാപ്രിക്ക പൗഡറും കൂടി ചേർത്തിട്ട് നന്നായി ഇളക്കി നന്നായി തിളപ്പിച്ചെടുക്കാം. ഈ ഒരു സമയത്ത് നമ്മുടെ ചിക്കനും കൂടി ഇതിലേക്ക് ഇട്ട് എല്ലാം വേവിച്ചെടുക്കണം. ഇനി ഇതിലോട്ട് കുറച്ച് കുരുമുളക് പൊടിയും നമ്മൾക്ക് എന്തൊക്കെ സ്പൈസസ് വേണമെന്ന് വെച്ചാൽ ഓവർ സ്പൈസ് ഇടണ്ട. പിന്നെ നമ്മൾ മെയിനായിട്ടുള്ളത് പാഴ്സലി ലീഫാണ്. അതുണ്ടെങ്കിൽ അതന്നെ ചേർക്കാം, അല്ലെങ്കിൽ മല്ലിയില ചേർത്താൽ മതി. ഇനി ഇതാ സെർവ് ചെയ്യാം. ഈ ഒരു രീതിയിലാണ് കേട്ടോ സെർവ് ചെയ്യുന്നത്. ഇത് ചിക്കൻ വെച്ച് അതിൻ്റെ മുകളിലോട്ട് ഈ ഒരു സോസും കൂടി കൂട്ടിയാൽ അടിപൊളിയാണ് കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കെ.